പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കോഴിക്കോട് ടൗണിൽ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളിയിലാണ്. ദൈവമാതാ കത്തീഡ്രൽ. ഈ ദേവാലയത്തിലാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ 5 മണിക്ക് ജപമാല, 5:30 മണിക്ക് പരിശുദ്ധ കുർബാന, 6 മണി മുതൽ 8 മണി വരെ അച്ഛൻ്റെ നേതൃത്വത്തിലുള്ള ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയും വചനപ്രഘോഷണവും, 8 മണി മുതൽ 8:30 വരെ വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ച് വിശുദ്ധ അന്തോനീസിൻ്റെ നൊവേന ചൊല്ലി തിരുശേഷിപ്പിനെ വണങ്ങുന്നു. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കളെ. നിങ്ങൾ യൂട്യൂബിൽ എഴുതിയിടുന്ന ഓരോ നിയോഗങ്ങളും, നിങ്ങളിങ്ങോട്ട് അയച്ചു തരുന്ന ഓരോ കത്തുകളും വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ അച്ഛന് കിട്ടിയ കത്തുകൾ ഓരോന്നോരോന്ന് വായിച്ച് അതിലോരോ നിയോഗങ്ങളെ ഓർത്ത് ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച് ഡെലിവറൻസിന് വേണ്ടി യാചിക്കുക. നിങ്ങൾ കത്തെഴുതാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഫാദർ അലോഷ്യസ് കുളങ്ങര, മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ, കോൺവെൻറ്റ് റോഡ്, കോഴിക്കോട് 32. നിങ്ങളുടെ നിയോഗങ്ങൾ എഴുതി അയച്ചാൽ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വെച്ച് ഞങ്ങളത് പ്രാർത്ഥിക്കും. അങ്ങനെ ഈ ആഴ്ചകളിൽ കിട്ടിയ കുറച്ച് കത്തുകളും ആയിട്ടാണ് അച്ഛൻ ഈ അൾത്താരയിലേക്ക് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പലവിധ നിയോഗങ്ങളാണ്. ഒന്നൊരു മകള് എഴുതിയിരിക്കുന്നത്, തൻ്റെ മകൻ കഴിഞ്ഞ വർഷം +2 കഴിഞ്ഞു, ഓസ്ട്രേലിയയിലേക്ക് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിച്ച് PT എക്സാം എഴുതാൻ പഠിക്കുന്നു. കഴിഞ്ഞ 5 തവണ പരീക്ഷ എഴുതിയിട്ടും അവന് ജയിക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ IELTSൻ്റെത്, ജർമ്മൻ്റെത്, OET എക്സാമുകൾ എഴുതിയിട്ടും ജയിക്കാൻ പറ്റാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവർ, ഇപ്പോഴും കർത്താവ് ഒരു അഭിഷേകം തരുന്നത് ഫെബ്രുവരി മാസം അവസാനത്തെ ചൊവ്വാഴ്ച ദിവസത്തെ വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ മക്കളെയും കൂട്ടിക്കൊണ്ട് വരിക. അവരുടെ പേനയോ പെൻസിലോ കൊണ്ടുവരിക. കാരണം അന്ന് ആ സന്ധ്യയ്ക്ക് ഇവിടെ പരീക്ഷ ഒരുക്ക പ്രാർത്ഥന. മാർച്ച് മാസം നമുക്കറിയാം പരീക്ഷകളുടെ ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലുള്ള എല്ലാ മക്കളെയും പ്രത്യേക അച്ഛൻ ക്ഷണിക്കുക. അവരുടെ ഒരു പേനയോ പെൻസിലോ പുസ്തകമോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്നത് ആശീർവദിക്കുകയും അന്നേ ദിനം ഫെബ്രുവരി മാസം അവസാനത്തെ ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ +1, +2, SSLC മറ്റ് പരീക്ഷകൾക്കൊക്കെ വേണ്ടി ഒരുങ്ങുന്ന കുട്ടികളെ അവരുടെ പരീക്ഷ ഒരുക്ക പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ ഇതേപോലെ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പരീക്ഷ എഴുതിയിട്ട് കാത്തിരിക്കുന്നവരെയും അതിനുവേണ്ടി ഒരുങ്ങുന്ന മക്കളെയും അന്നേ ദിനം അച്ഛൻ ക്ഷണിക്കുകയാണ്. ഒരു മകൾ എഴുതിയിരിക്കുന്നത്, അവരുടെ മൂത്ത മകൾ ജർമ്മനിയിൽ ജോലി ലഭിക്കുന്നതിനുവേണ്ടി അന്വേഷിക്കുക, ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെ എത്രയോ പേര് അവിടെ പൈസ കൊടുത്ത് പ്രാർത്ഥിച്ച്. ഇന്ന് ഞാൻ കുരിശുപള്ളിയിൽ കുർബാന ചെല്ലുന്ന സമയത്ത് അനേകം കുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. അവർ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുക. ജർമ്മനി പറഞ്ഞു ഒരാൾ, ലണ്ടൻ പറഞ്ഞു ഒരാൾ, ഓസ്ട്രേലിയ പറഞ്ഞു. അങ്ങനെ വിവിധങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് അത് കിട്ടാതെ തടസ്സപ്പെട്ട് കിടക്കുക. കഴിഞ്ഞ ദിവസത്തെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പാസ്പോർട്ടുമായിട്ട് കുറേ മക്കൾ വന്നു. പ്രിയപ്പെട്ടവരെ, വിദേശത്തേക്ക് പോകുന്നത് അവരുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയും ഒരു ജീവിതം ഉണ്ടാകാൻ വേണ്ടിയുമാണ്. നമ്മളിപ്പോഴും അത് നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാവരും അവിടെ പോയി കഴിഞ്ഞാൽ എങ്കിലും അത് വേറെ നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ തടസ്സങ്ങൾ മാറാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. വേറൊരു മകനെക്കുറിച്ച് ഒരമ്മ എഴുതിയിരിക്കുന്നത്, അവൻ്റെ ഇൻറ്റേൺഷിപ്പ് തീസിസ്, അതും അങ്ങനെ ആ മേഖലകളിലുള്ള എല്ലാ വിദ്യാർത്ഥികളെ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ മരുമകൾക്ക് സ്ഥിരം ജോലി ലഭിക്കുന്നതിനും ഭർത്താവിനെ കൊണ്ടുപോകാനുള്ള കൃപ ലഭിക്കുന്നതിനുണ്ട്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ജീവിത പങ്കാളി വിദേശത്താണ്,
അങ്ങോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ ഇന്ന് പ്രത്യേകം ഞാൻ ഓർക്കുക. വേറൊരു മകൾ എഴുതിയിരിക്കുന്നത് തൻ്റെ ബന്ധുവിന് വേണ്ടിയാണ്, തൻ്റെ ഒരു അമ്മാവിന് വേണ്ടിയാണ്. സാമ്പത്തികമായിട്ട് ഒരു പ്രയാസമില്ല, പക്ഷെ ആ വീട്ടിൽ ഭയങ്കര കലഹങ്ങൾ, അസ്വസ്ഥതകൾ, ഡിപ്രഷനുകൾ, കോപങ്ങൾ, വെറുപ്പുകൾ, പൈശാചികത. ഈ മകൾ പ്രാർത്ഥിക്കുക, അച്ഛാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് അവർക്ക് വേണ്ടി മാത്രമല്ല, ഈ വചനം കേൾക്കുന്ന നമുക്ക് പരിചയമുള്ള അത്തരത്തിലുള്ള പണത്തിന് കുറവില്ല, പക്ഷേ പലവിധ തടസ്സങ്ങളാണ്. മകൻ്റെ കല്യാണം നടക്കണില്ല, മകളുടെ കല്യാണം നടക്കുന്നില്ല, നിരാശ, കലഹങ്ങൾ. ഒരു മകൾ ഫോൺ ചെയ്ത് പറഞ്ഞ അച്ഛൻ്റെ ഭർത്താവ്, അദ്ദേഹത്തിന് തെറ്റായ ബന്ധം, പള്ളിയിൽ പോകുന്നില്ല, ഇതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുന്നില്ല. ഇതുമൂലം മക്കൾക്ക് രോഗങ്ങളാണ്. മൂത്ത മകന് ജോലിയുണ്ട്, രണ്ടാമത്തെ മകന് ജോലിയുണ്ട്, പക്ഷേ അവരൊന്നും കല്യാണം നടക്കുന്നില്ല, പലവിധ രോഗങ്ങൾ. അവിടെ അവർ തന്നെ പറഞ്ഞു, അച്ഛാ അവരുടെ അപ്പൻ, എൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകില്ല, പ്രാർത്ഥിക്കില്ല. ഇപ്പം മക്കളും അങ്ങനെ തന്നെയാണ്. ഇപ്പം ദൈവകൃപ നഷ്ടപ്പെടുക. അബ്രഹാമിലൂടെ ഇസ്ഹാക്ക്, ഇസ്ഹാക്കിലൂടെ യാക്കോബ്, യാക്കോബിലൂടെ ജോസഫ്. അപ്പം അപ്പനിലൂടെ കിട്ടേണ്ട കൃപ കിട്ടാതെ വരിക. അപ്പം പള്ളിയിൽ പോകാതിരിക്കുമ്പോൾ, അപ്പം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ മക്കൾക്ക് ലഭിക്കേണ്ടത് കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പം അത് വലിയ തടസ്സമായിട്ട് കിടക്കുക, ബന്ധനമായിട്ട് കിടക്കുക. ഈശോയെ, ആ ബന്ധനങ്ങൾ ഇന്ന് വിട്ടുമാറണമേ. അതേപോലെ ജീവിത പങ്കാളികളുടെ തെറ്റായ ബന്ധങ്ങൾ മൂലം, പള്ളിയിൽ പോകാത്തത് മൂലം, മദ്യപാനം മൂലം, പലവിധ വ്യഭിചാര ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നത് മൂലം കുടുംബത്തിന് ദൈവകൃപ നഷ്ടപ്പെടുന്നു, ഐശ്വര്യം നഷ്ടപ്പെടുന്നു. അങ്ങനെ എത്രയോ കുടുംബങ്ങളാണ്. ഒരു മകൾ പ്രാർത്ഥിക്കുന്നത്, ഈശോ ഞങ്ങളുടെ വീടിൻ്റെ പണി പൂർത്തിയാകണം, നല്ല വീട് വേണം. ഇതൊരു യോഗമാണ്, ഒരു കൃപയാണ്. അതിന് എത്രയോ കുടുംബങ്ങൾ തടസ്സപ്പെട്ടിരിക്കുക. ഒരു നല്ല വീട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ട് അത് കിട്ടാത്ത എത്രയോ പേരുണ്ട്. കർത്താവേ, നല്ല വീട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് അത് കൊടുക്കണമേ. അവരുടെ മേലുള്ള ആദിവ്യാധികളും പൈശാചികതകളും തിന്മയുടെ രൂപികളും നാശകരമായ ജീവികളും പ്രകൃതി വിരുദ്ധ ശക്തികൾ, കൂടോത്രങ്ങൾ, അസൂയകൾ, കണ്ണുവെക്കലുകൾ, അതെല്ലാം ശാപങ്ങൾ, പ്രാക്കുകൾ, അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് വിട്ടുമാറണം. ആ ബന്ധനങ്ങളെല്ലാം അഴിയണം. അങ്ങനെ വീട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവേ ഇന്നൊരു ഭവനം കൊടുക്കണമേ, ഒരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ കൊളസ്ട്രോളിൻ്റെ രോഗമുള്ള ഒരു മകള്, അതുപോലെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും വിൽപ്പന 12 വർഷമായിട്ട് നടക്കുന്നില്ല. അപ്പം അതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എത്രയോ പേര് വീട് വിൽക്കാൻ വേണ്ടി കടം കയറി ജപ്തിയുടെ വക്കിലാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല, ആത്മഹത്യ ചെയ്യണം എന്ന് പോലും ചിന്തിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ വീടിൻ്റെയും സ്ഥലത്തിൻ്റെ വിൽപ്പന നടന്നാൽ അവർക്കൊരു ആശ്വാസം കിട്ടും. ദൈവമേ, അത് പല വിധത്തിൽ ഇപ്പോഴും ബന്ധിക്കപ്പെട്ടിരിക്കുക. ആ ബന്ധനങ്ങൾ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുകയും സ്ഥലക്കച്ചവടങ്ങളെല്ലാം നടക്കട്ടെ. മക്കളുടെ പഠന തടസ്സങ്ങൾ, നഴ്സിംഗ് പഠിക്കുന്ന ഒരു മകൻ, അവന് റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം അവന് കൃപ കിട്ടാനും അതോടൊപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയ വിഷയങ്ങൾ എഴുതിയെടുക്കാനായിട്ട് സാധിക്കണം. ഒരു മകൾ എഴുതിയിരിക്കുക, ഞാൻ ക്യാൻസർ രോഗിയാണ്, ഈ 2022 മുതൽ ക്യാൻസറിന് ചികിത്സയാണ്. കർത്താവെ, അവരെ അനുഗ്രഹിക്കണമേ. അവരാ കീമോയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. യേശുവേ, അങ്ങനെ ക്യാൻസർ, ട്യൂമർ, വിട്ടുമാറാത്ത വ്രണങ്ങൾ, അലർജികൾ, സൊറിയാസിസുകൾ, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത പീഡകൾ, മാനസിക രോഗങ്ങൾ, അസ്വസ്ഥതകൾ, ശരീര തളർച്ചകൾ, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്ന ആ മക്കളെ സമർപ്പിക്കുക. വേറെ മകൾ എഴുതിയിരിക്കുക, അച്ഛൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ മക്കളെയും നിരന്തരം വിഷമിപ്പിക്കുകയാണ്. ഇത് ഭർത്താക്കന്മാർ മാത്രമല്ല, പലപ്പോഴും ചില മേഖലകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഭർത്താവ് വന്ന് പറഞ്ഞത് ഭാര്യയുടെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് വന്ന മാറ്റങ്ങൾ. ഇത് കുടുംബം തകർക്കാൻ വേണ്ടിയുള്ള പിശാച. ആധുനിക ലോകത്ത് പിശാച് ലക്ഷ്യം വെക്കുന്നത് ഭവനങ്ങളെ. കാരണം പിശാചിനറിയാം, കുടുംബങ്ങൾ തകർന്നാൽ യുവതിവാക്കന്മാർ തകർക്കപ്പെടും,
ദൈവജനം തകർക്കപ്പെടും. ദൈവജനം തകർന്നാൽ സഭ തകർക്കപ്പെടും. ഇപ്പം കുടുംബങ്ങളുടെ തകർച്ച സഭയുടെ തകർച്ചയാണ്. ഇപ്പം പിശാച് ഈ ആധുനിക ലോകത്ത് ലക്ഷ്യം വെക്കുന്നത് കുടുംബങ്ങളെയാണ്. പ്രാർത്ഥനയില്ലാത്ത കുടുംബങ്ങൾ, കുർബാനയില്ലാത്ത കുടുംബങ്ങൾ, കൂദാശകളില്ലാത്ത കുടുംബങ്ങൾ, ആശീർവദിക്കപ്പെടാത്ത കുടുംബങ്ങൾ സാത്താൻ വട്ടമിട്ട് പറയുക. എവിടെയാണ് അവസരം കിട്ടുമ്പോൾ അവൻ കയറും, ആ കുടുംബങ്ങളെ അവൻ തകർത്തുകളെ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഈ തിന്മകളെ ബന്ധിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മനെ വിളിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 സ്തുതിച്ച് സ്തുതിച്ച് സ്തുതിച്ച്. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവെ ശക്തി കൊടുക്കണമേ, പരിശുദ്ധാത്മാവെ ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളിലേക്ക്, കുടുംബങ്ങളിലേക്ക് കടന്നു വന്ന് പുതിയൊരു ബലം, പുതിയൊരു അഭിഷേകം, പുതിയൊരു അനോയിൻറ്റിങ് എല്ലാവർക്കും കൊടുക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകമാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ നമുക്കറിയാം, പിശാചൻ എന്ന ദൂതന്മാരും ദൈവത്തിൻ്റെ ദൂതന്മാരും തമ്മിലുള്ള അതിശക്തമായ യുദ്ധം നടക്കുകയാണ്. ഇവിടെ 10:19 പറയാം, മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ചു ശക്തി പകർന്നു. മാലാഖ പറയാം, അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ. ദാനിയേൽ പ്രവാചകനോട് പറയുന്നതാ. ഇന്ന് ആ വചനം നമ്മുടെ എല്ലാവരുടെ ചെവികളിലും കുടുംബങ്ങളിലും മുഴങ്ങട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച ഞാൻ പറഞ്ഞു, പ്രഭു സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന മക്കളെ, ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളിലേക്ക് ആവസിക്കട്ടെ, നിങ്ങളെ ബലപ്പെടുത്തട്ടെ. നിങ്ങൾ ധീരരായിരിക്കുക, തളരാതിരിക്കുക, ശക്തിയുള്ളവരായിരിക്കുക. നമുക്ക് ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പ്രവേശിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിലും പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും തിന്മയുടെ അരൂപികളെ, നാശകരമായ ജീവികളെ, പ്രകൃതി വിരുദ്ധ ശക്തികളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാൻ ആജ്ഞാപിക്കുന്നു. പൈശാചിക ശക്തികളെ, നാരിക ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ യേശുനാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു. കണ്ണുവെക്കലുകളെ, പ്രാക്കുകളെ, കൈവശ ശക്തികളെ, സർപ്പദോഷങ്ങളെ യേശുനാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, നിർവീര്യമാക്കുന്നു. കർത്താവിൻ്റെ കുരിശിൻ്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനിമേൽ ഇവ ഈ ദൈവജനത്തെ തൊട്ടുപോകരുതെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ കൽപ്പിക്കുന്നു. ഈ തിന്മകളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഓ സംഘവേ ദാക്കുവേ സ്കത്തൂറിഷദൽ കോർദി ജസു come sorgente della misericordia per noi, confidiamo in te Gesù. ആമേൻ ജസു. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിലേക്ക് നിങ്ങളെ ഞാൻ സ്നേഹപൂർവ്വം കോഴിക്കോടേക്ക് ക്ഷണിക്കുകയാണ്. മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയം, ദൈവമാതാ കത്തീഡ്രൽ, കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ മതി. അതിൻ്റെ മുൻപിലാണ് ഈ പള്ളി, അല്ലെ ജില്ലാ കോടതിയുടെ അടുത്താണ് ഈ പള്ളി. വൈകുന്നേരം 5 മണി മുതൽ 8:30 മണി വരെ. തിരികെ പോകാൻ നിങ്ങളെ ബസ് സ്റ്റാൻഡിലേക്ക്, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന് വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യവും നിങ്ങൾക്ക് ഒരുക്കാവുന്നതാണ്. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.